സ്വർണ്ണവില കിലോയ്ക്ക് 3.5 ലക്ഷത്തിനടുത്തെത്തിയിരിക്കുകയാണ്. അതെ, നിങ്ങൾ കേട്ടത് സത്യമാണ്. വെറും ഒരു മാസം മുമ്പ് ആരും ചിന്തിക്കാത്ത ഉയരത്തിലേക്കാണ് വെള്ളിവില കുതിക്കുന്നത്. സ്വർണ്ണവില പവനല്ല 24 ക്യാരറ്റ് 10 ഗ്രാമിന് 1.5 ലക്ഷം രൂപയും കടന്ന് മുന്നേറുമ്പോൾ നമ്മൾ സാധാരണക്കാർ എന്ത് ചെയ്യണം? ഇനി അങ്ങോട്ട് വില കൂടുമോ അതോ കുറയുമോ? 2026 ഈ വമ്പൻ ബുൾറണ്ണിന് പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമസ്കാരം, ഇക്കണോമിക്സ് ടൈംസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ത്യൻ വിപണിയിൽ ചരിത്രത്തിൽ ആദ്യമായി വെള്ളിവില കിലോയ്ക്ക് 3,35,000 രൂപ എന്ന മാന്ത്രിക സംഖ്യ തൊട്ടിരിക്കുകയാണ്. സ്വർണമാണെങ്കിൽ പവന് 1,17,120 രൂപ എന്ന റെക്കോർഡിലും എത്തി. മാസത്തിലെ റെക്കോർഡ് വിലയാണിത്. ആഗോള വിപണിയിൽ വെള്ളിവില ഔൺസിന് $97 വരെ എത്തിക്കഴിഞ്ഞു. $100 എന്ന വലിയ കടമ്പിയിലേക്ക് ഇനി അധിക ദൂരമില്ല. എന്താണ് പെട്ടെന്ന് വിപണിയിൽ ഇങ്ങനെയൊരു കൊടുങ്കാറ്റ് വരാൻ കാരണം? ഇതിനൊരു പ്രധാന കാരണം അമേരിക്കയിൽ നിന്നുള്ള ചില രാഷ്ട്രീയ നീക്കങ്ങളാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പവലും തമ്മിലുള്ള പരസ്യമായ തർക്കം വിപണിയെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. പലിശ നിരക്കുകൾ കുറയ്ക്കാൻ ട്രംപ് സമ്മർദ്ദം ചെലുത്തുമ്പോൾ സാമ്പത്തിക കണക്കുകൾ നോക്കിയേ തീരുമാനമെടുക്കുമെന്ന് ഫെഡ് ചെയർമാനും വാശി പിടിക്കുന്നു. ഈ അനിശ്ചിതത്വം കാരണം വൻകിട നിക്ഷേപകർ ഡോളറും സർക്കാർ ബോണ്ടുകളും ഉപേക്ഷിച്ച് സുരക്ഷിത താവളം എന്ന നിലയിൽ സ്വർണത്തിലേക്കും വെള്ളിയിലേക്കും ഓടിക്കയറുകയാണ്. ഇതിനെ സാമ്പത്തിക വിദഗ്ധർ ഡീബേസ്മെന്റ് ട്രേഡ് എന്ന് വിളിക്കുന്നു. ഗ്രീൻലാൻഡിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ കുറച്ചൊന്ന് അടങ്ങിയെങ്കിലും അമേരിക്കയുടെ സാമ്പത്തിക നയങ്ങളിലുള്ള വിശ്വാസക്കുറവ് വിപണിയെ പിടിച്ചുലയ്ക്കുന്നുണ്ട്. ഇനി റോബർട്ട് കിയോസാക്കിയെ ഓർമ്മയില്ലേ? റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ്. അദ്ദേഹം പറയുന്നത് 2026 വെള്ളിവില ഔൺസിന് $200 വരെ എത്തുമെന്നാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഇന്നത്തെ ടെക്നോളജി ലോകത്ത് വെള്ളി വെറുമൊരു ലോഹമല്ല, മറിച്ച് വ്യവസായങ്ങളുടെ നട്ടെല്ലാണ്. ഇലക്ട്രിക് വാഹനങ്ങളിലും സോളാർ പാനലുകളിലും വെള്ളിയുടെ ഉപയോഗം കൂടുന്നതാണ് ഇതിന് കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ നമ്മളിപ്പോൾ വാങ്ങണോ അതോ കാത്തിരിക്കണോ എന്നതാണ് പ്രധാന ചോദ്യം. വിദഗ്ധർക്ക് ഇതിൽ 2 അഭിപ്രായമുണ്ട്. ചോയ്സ് ബ്രോക്കിങ്ങിലെ അമീർ ബക്ത പറയുന്നത് വിപണി ഇപ്പോൾ നിൽക്കുന്നത് വളരെ ഉയർന്ന നിലയിലാണെന്നാണ്. അതുകൊണ്ട് പെട്ടെന്നൊരു വലിയ തുക നിക്ഷേപിക്കുന്നത് അത്ര സുരക്ഷിതമല്ല. ചെറിയൊരു തിരുത്തൽ അല്ലെങ്കിൽ കറക്ഷൻ വരാൻ സാധ്യതയുണ്ട്. അതേസമയം മാസ്റ്റർ ക്യാപിറ്റൽ സർവീസിലെ ഡോക്ടർ രവി സിംഗ് നിർദ്ദേശിക്കുന്നത് SIP രീതിയാണ്. അതായത് ഒന്നിച്ച് പണം മുടക്കാതെ എല്ലാ മാസവും നിശ്ചിത തുകയ്ക്ക് ഗോൾഡ് ഫണ്ടുകളിലോ മറ്റോ നിക്ഷേപിക്കാം. വില കൂടിയാലും കുറഞ്ഞാലും ശരാശരി വിലയിൽ നമുക്ക് യൂണിറ്റുകൾ കിട്ടും. ചുരുക്കത്തിൽ പറഞ്ഞാൽ ജിയോ പൊളിറ്റിക്കൽ പ്രശ്നങ്ങളും വ്യവസായ ആവശ്യങ്ങളും ഉള്ളതുകൊണ്ട് വെള്ളി ഇനിയും മുന്നേറാൻ സാധ്യതയുണ്ട്. പക്ഷേ എടുത്തുചാടി നിക്ഷേപിക്കുന്നതിന് പകരം വിപണിയിലെ ചെറിയ വീഴ്ചകൾക്കായി കാത്തിരിക്കുന്നതാകും ബുദ്ധി. ഇനി പലർക്കുമുള്ള ഒരു പേടിയാണ് കാത്തിരുന്ന് വില കൈവിട്ടു പോകുമോ എന്നത്. അതുകൊണ്ട് വെയിറ്റ് ഫോർ ഡിപ്പ് എന്ന് പറയുമ്പോൾ വിപണിയിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കണം എന്നല്ല അർത്ഥം. നിങ്ങൾക്ക് ആകെ നിക്ഷേപിക്കാനുള്ള തുകയുടെ ഒരു 20% അല്ലെങ്കിൽ 30% ഇപ്പോൾ തന്നെ നിക്ഷേപിക്കാം. ഇതിനെ ടെസ്റ്റ് എൻട്രി എന്ന് വിളിക്കാം. ഇതിന്റെ ഗുണം എന്താണെന്നോ? നാളെ വില കുതിച്ചുയർന്നാൽ അവസരം നഷ്ടമായില്ലല്ലോ എന്ന് ആശ്വസിക്കാം. ഇനി വില കുറഞ്ഞാലോ? നമ്മുടെ കയ്യിൽ ബാക്കി 70% തുക സേഫായി ഇരിപ്പുണ്ട്. അത് വെച്ച് താഴേക്കിടയിൽ നിന്ന് വാങ്ങുകയും ചെയ്യാം. ചുരുക്കത്തിൽ ഹെഡ് വീണാലും ടെയിൽ വീണാലും നമുക്ക് നഷ്ടമില്ലാത്ത ഒരേയൊരു വഴി ഇതാണ്. വിലയെ അടുത്ത 3 മാസങ്ങൾക്കുള്ളിൽ സ്വാധീനിക്കാവുന്ന ഘടകങ്ങളെക്കുറിച്ച് നമ്മളൊരു വീഡിയോ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു. ഭാഗികമായി നിക്ഷേപിക്കൂ എന്ന് പറയുമ്പോൾ വില ഇടിയുമെന്നുള്ള പ്രവചനമല്ല. നേരത്തെ പറഞ്ഞ വീഡിയോയ്ക്ക് താഴെ ഒട്ടേറെ പേർ കമന്റുമായി വന്നിരുന്നു. മറിച്ച് വിപണി അനിശ്ചിതമാണ്, വില കുതിച്ചാൽ നമുക്ക് ലാഭമുണ്ട്, ഇനി വില ഇടിഞ്ഞാൽ ആ അവസരം മുതലാക്കാൻ കയ്യിൽ പണം കരുതണം എന്ന് മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊരു കരുതൽ മാത്രമാണ്. എപ്പോഴും നമ്മളുള്ള പണമെല്ലാം ഒന്നിൽ കൊണ്ടുപോയി നിക്ഷേപിക്കരുത്. ഇത് നമ്മൾ ഏത് നിക്ഷേപത്തിലും സ്വീകരിക്കേണ്ട അടിസ്ഥാന ജാഗ്രത മാത്രമാണ്. ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ്. നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള സാമ്പത്തിക വിദഗ്ധരുമായി ചർച്ച ചെയ്യുക. നന്ദി.